ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണെന്ന് നിങ്ങൾ കാണുന്ന ആളൊന്നുമല്ല. ഞാനും ജീസുകാരും തമ്മിൽ നിങ്ങൾക്ക് അറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റുന്നില്ല. സംസാരിക്കുമല്ലോ, നേരിട്ട് കണ്ട് സംസാരിക്കും, ഉറപ്പല്ലേ. ഞാനിപ്പോൾ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ പോകേണ്ടി വന്നുകൊണ്ട് അത് ഞാൻ പോയി കണ്ട് സംസാരിച്ചതിന് ഞാനവിടെ ചെന്ന് സംസാരിക്കും, അതൊരു പ്രശ്നമില്ല. ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ്. ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ. നമുക്ക് നല്ലൊരു എന്താണ് അന്നേരം സുധാരി സാറിന് മുഖം കാണാമല്ലോ, അല്ലെങ്കിൽ സംസാരം കേൾക്കാമല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല. അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകുന്നു. സുധാര സാഹിബിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഞങ്ങളുടെ ശ്രദ്ധ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ആണ് ആ പ്രയാസം അത് പരിഹരിക്കും. ഞാൻ പിടിച്ചു പാർട്ടിയുടെ നേതൃനിരയിൽ തന്നെ നിന്ന് അതിന് പ്രവർത്തിക്കും. അതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിലൊന്നും കുറ്റം പറയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങൾ തെറ്റ് പറയില്ല. അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ജ്ഞാനമുള്ള ആളല്ലേ. അങ്ങനെ ഒരു യോഗത്തിന് അവർ വിളിച്ചു. അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ. അടിയന്തരാവസ്ഥകരായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അതിനോടൊപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോൾ പ്രയാസം തോന്നിക്കാണും. പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതോടെ പ്രശ്നം തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല, ഞങ്ങൾ അതിനുവേണ്ടി അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല. അതൊരു സമ്മേളനത്തിൽ ഇപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു തെറ്റുമില്ല. പ്രതിപക്ഷം BJP ഒഴിച്ചുള്ള ഏത് SDP ഒഴിച്ചുള്ള ഏത് സംഘടനയുടെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങളെതിരല്ല. എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയം ചോദിച്ചല്ല, അവരുടെ സമ്മേളനത്തിൽ നിലപാടുകൾ പറയാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ ജീസുദാസ് സാറിനെ വിളിച്ചാലും എന്നെ വിളിച്ചാലും ഞങ്ങളെല്ലാം പോകും. BJPയുടെയും SDP യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അത്തരം യോഗങ്ങളിൽ ഞങ്ങൾ പോകാറില്ല. അത് വർഗീയമായി ചിന്തിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ പോകാറില്ല. അതാണ് ഞങ്ങളുടെ ലൈൻ. മഞ്ഞുരുക മഞ്ഞില്ലല്ലോ, പിന്നെ ഉടണ്ട നിങ്ങൾക്കുള്ള മഞ്ഞൊക്കെ നിങ്ങൾ മാറ്റ്. അവിടെ ഒരു മഞ്ഞുരുക. ഞങ്ങളിപ്പോൾ ഈ അടുത്ത അസംബ്ലിയിലും പഞ്ചായത്തിലും ജയിക്കാനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 8 സീറ്റുണ്ട്, അത് നിലനിർത്തണം. ഹരിപ്പാട് പിടിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്തുകളുടെ വിജയം കൂടുതൽ ശക്തിപ്പെടുത്തണം, അതിനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമില്ല. മറ്റുള്ള പാർട്ടിയിൽ ഐക്യവും ഇല്ല, അടിയാണ്, വെട്ടുകുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുന്നതിൻ്റെ ചെറിയ പ്രയാസം ചില മാധ്യമ സുഹൃത്തുക്കൾ കാണാം. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രമേ. ഏത് വിമന ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്? ആലപ്പുഴ ജില്ലയിൽ ഒരു ബന്ധനവും ഇല്ല. അയാൾ പുറത്തല്ലേ ഇപ്പോഴും. പാർട്ടിയിലേക്ക് വരാൻ അയാൾ ആഗ്രഹിച്ച് കത്ത് തന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ഉണ്ടെങ്കിൽ അത് പാർട്ടി ആലോചിക്കും. ഇപ്പം പാർട്ടിയിലില്ല. അയാൾ പാർട്ടിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് കത്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചർച്ച ചെയ്യും. അയാളെ സംബന്ധിച്ച് ഇപ്പം ആ കേസുണ്ടായിരുന്നു, ആ കേസെല്ലാം വിഡ്രോ ചെയ്തു. അപ്പോൾ അയാൾ അതിന് യോഗ്യനാണെന്ന് ആ പ്രദേശത്തെ പാർട്ടിയും ആ ഏരിയയിലെ പാർട്ടിയും ജില്ലയിലെ പാർട്ടിയും പറയണം. പറഞ്ഞു കഴിയുമ്പോൾ അയാളെ പുറത്താക്കിയ ഘടകം തിരിച്ചെടുക്കണം തീരുമാനിക്കും. അനനുബന്ധനല്ല. എന്തായാലും ഇപ്പം ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്ന് പോയി വേറൊരു പാർട്ടിയൊന്നും ചേർന്നിട്ടില്ല. അപ്പോൾ അയാളൊരു അനനുബന്ധനായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അയാളുടെ പാർട്ടിയോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ്, തെറ്റ് തിരുത്തി വരാൻ തയ്യാറാണെങ്കിൽ അത്തരം ആളുകളെല്ലാം തിരുത്തി കൊണ്ടുവരുന്ന പാർട്ടി. അതല്ലേ CPMന്റെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.